UDFിന്റെ നുണപ്രചാരണങ്ങൾ LDF തുടർ ഭരണത്തിന് തടസ്സമാകില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയ്പമംഗലം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് അവരെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SN പുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി KK വത്സരാജ്, LDF മണ്ഡലം കൺവീനർ TP രഘുനാഥ്, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ, കേരള കോൺഗ്രസ് നേതാവ് KJ തോമസ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, കോൺഗ്രസ് S നേതാവ് KR വത്സൻ, കേരള കോൺഗ്രസ് B പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ, ISJD നേതാവ് KB ഹൈദ്രോസ്, വിശ്വനാഥൻ കണിച്ചടത്ത്, വേണു വെണ്ണറ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. PK ചന്ദ്രശേഖരനെ ചെയർമാനായി, TP രഘുനാഥിനെ കൺവീനറായും, അഡ്വക്കേറ്റ് AD സുദർശനെ ട്രഷററായും തെരഞ്ഞെടുത്തു. എല്ലാ അപകടങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെ ധീരതയോടെ ഊർജ്ജസ്വലതയോടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാചകങ്ങളും അദ്ദേഹം വിവിധ ചാനലുകളിൽ നേരിട്ട് നടത്തിയ അഭിമുഖങ്ങളിൽ പറഞ്ഞ ചാനലുകളിൽ പറഞ്ഞത് അത് ആവർത്തിക്കുകയല്ല, അതും പാഴത്തട്ടിൽ നല്ലവണ്ണം പ്രചരിപ്പിക്കുക. വളരെ വിനയത്തോടു കൂടിയാണ് 10 വർഷം ജനങ്ങൾ നൽകിയ പിന്തുണ, ആ പിന്തുണയാണ് ജനങ്ങളൊപ്പം നിന്ന് ഇത്രയും വലിയ ഒരു പിന്തുണ ഹൃദയത്തിനോട് കൈചേർത്ത് വെച്ചുകൊണ്ട് നൽകിയ ആ പിന്തുണയാണ് ഈ പ്രതിസന്ധികളെയെല്ലാം, ഈ അപകടങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞത് എന്ന് അദ്ദേഹം അതീവ വിനയത്തോടുകൂടി ജനങ്ങളോട് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു.